പൊതുഗതാഗതം ഫ്രീ ആക്കുന്നതിൽ വലിയ തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഗവൺമെൻറ് ഇപ്പോൾ സർപ്ലസിലേക്ക് വന്നു, എന്നിട്ട് നരേന്ദ്രമോദി പറയുകയാണ് ഇന്ത്യയിലെങ്ങും ട്രെയിൻ ഗതാഗതം സൗജന്യമായിരിക്കും ഇന്ത്യക്കാർക്ക്, നിങ്ങളുടെ ആധാർ കാർഡ് കാണിക്കുക, ദാറ്റ് ഈസ് ഫ്രീ. നോൺ AC എന്നോ അതിനും ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചുമ്മാ ട്രെയിനിൽ കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ബട്ട് ഇവിടെ വി.ഡി. സതീശൻ ചെയ്യേണ്ടത് ഈ പറഞ്ഞ വാഗ്ദാനം സത്യമായിരുന്നു. മഹിളാ മോർച്ച പറയുന്നതിൽ കാര്യമുണ്ട്. എല്ലാ ബസ്സുകൾക്കും കൊടുക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. അതിൻ്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഓർഡിനറി ബസ്സിലാക്കിയെന്നേ ഉള്ളൂ. നാളെ ഇത് വ്യാപിപ്പിക്കും. ഒരു 90 ദിവസത്തിനകം ഞങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് കടക്കും, പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കും എന്ന് കൃത്യമായ ഒരു പ്ലാനിങ് പറഞ്ഞാൽ, ആ പ്ലാനിങ് തന്നെ ഒരു വാഗ്ദാന ലംഘനമാണ്. കാരണം ഈ വ്യത്യാസമൊന്നും വാഗ്ദാനം കൊടുക്കുമ്പോൾ പറഞ്ഞിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഓക്കെ, ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ മനസ്സിലായത്. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കും. അതുകൊണ്ട് മഹിളാ മോർച്ച റേസ് ചെയ്ത ഇഷ്യൂ കറക്റ്റാണ്.